നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. 1000 കോടി ചെലവിൽ വമ്പൻ സിനിമ വരുന്നു. വരാൻ പോകുന്ന രാമായണം എന്ന സിനിമയാണ് രാജ്യത്തെ ഏറ്റവും വലിയ മുതൽ മുടക്കുള്ള ചിത്രം. രാമായണ കഥയും മഹാഭാരതവും ദൂരദർശനിൽ സീരിയലായി സംപ്രേഷണം ചെയ്ത് വലിയ ജനപ്രീതി നേടിയിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. പുരാണ കഥകളെ ആസ്പദമാക്കി സിനിമകളും സീരിയലുകളും ഇപ്പോഴും ടെലിവിഷനുകളിൽ കാണികളെ ആകർഷിച്ചുകൊണ്ട് പ്രദർശനം തുടരുകയാണ്. ഇപ്പോൾ ഇതാ രാമായണ കഥ ആസ്പദമാക്കി ഹിന്ദിയിൽ വൺ ബഡ്ജറ്റ് ചിത്രം വരുന്നു. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം പൂർത്തിയാകുമ്പോൾ 1000 കോടി രൂപയിലധികം മുതൽ മുടക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസം തുടങ്ങിയപ്പോൾ ബോളിവുഡിൽ രാമായണം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം പൂർത്തിയാകുമ്പോൾ 1000 കോടി രൂപയിൽ അധികം മുതൽ മുടക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസം തുടങ്ങിയപ്പോൾ മുതൽ ബോളിവുഡിൽ രാമായണം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സീതാപഹരണം ഒരു ഭാഗവും രാമായണ ചരിത്രം മറ്റൊരു ഭാഗമായും ചിത്രീകരിക്കുന്ന രാമായണം എന്ന ഹിന്ദി സിനിമയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും ഇറക്കുന്നതിനുള്ള തീരുമാനമാണ് ചിത്രത്തിൻ്റെ നിർമ്മിതാക്കൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനിടയിൽ രാമായണം എന്ന പേരിൽ പുറത്തു വരുന്ന പുരാണ കഥയെ ആസ്പദമാക്കിയ ചിത്രത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള ആൾക്കാരാണ് ഈ സമൂഹ മാധ്യമ പ്രചരണത്തിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നവരും സാങ്കേതിക പ്രവർത്തകരും ഭൂരിഭാഗം മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്നതിനാൽ അവരെ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെറ്റാണെന്ന് വാദിക്കുന്നവരും, കൂടാതെ ഈ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുന്ന കൂട്ടരുടെ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ സിനിമ പരാജയപ്പെടുമെന്ന് പറയുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. രാമായണം സിനിമയുടെ അണിയറ ശില്പികൾ ഏതായാലും ഈ സമൂഹ മാധ്യമ വിമർശനങ്ങളെ കാര്യമായി എടുത്തിട്ടില്ല. പൗരാണിക കാലഘട്ടത്തെ ചിത്രീകരിച്ചുകൊണ്ട് എടുക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ വലിയ മുതൽ മുടക്കുള്ള സെറ്റുകളും മറ്റും ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിന് തയ്യാറാവുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിക്കാൻ ഏറ്റവും കുറഞ്ഞത് 600 ദിവസമെങ്കിലും വേണ്ടിവരും എന്നാണ് സംവിധായകൻ അഭിപ്രായപ്പെടുന്നത്. ചിത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി 2026 ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് നിർമ്മിതാക്കൾക്ക് ഉള്ളത്. ബോളിവുഡിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇത്രയും ഭീകരമായ തുക മുതൽ മുടക്കുള്ള ഒരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് രൺബീർ നായകനായി അഭിനയിച്ച ബ്രഹ്മാസ്ത്ര എന്ന സിനിമയാണ് മുൻപ് ഇറങ്ങിയിട്ടുള്ള ചിത്രങ്ങളിൽ ഏറ്റവും വലിയ മുതൽ മുടക്ക് ഉണ്ടായ സിനിമ. അന്ന് ആ ചിത്രത്തിന് തയ്യാറാക്കിയ ബഡ്ജറ്റ് 500 കോടി രൂപ ആയിരുന്നു. ഇപ്പോൾ നിതേഷ് തിവാരിയുടെ ചിത്രത്തിൽ പുറത്തു വരുന്ന രാമായണത്തിലെ നായകനും രൺബീർ തന്നെയാണ്. രൺബീർ നായക വേഷത്തിൽ അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് 1000 കോടി രൂപ ആയി മാറുന്ന രാമായണം എത്രയായാലും ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇപ്പോൾ വലിയ ചർച്ചയായി നിലനിൽക്കുകയാണ്. ആധുനിക ചിത്രീകരണ സംവിധാനങ്ങളും വിഷ്വൽ എഫക്റ്റുകളും ഉപയോഗപ്പെടുത്തി ബോളിവുഡ് സിനിമകളെ പോലും പിന്നിലാക്കുന്ന വിധത്തിൽ ചിത്രം തയ്യാറാക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നിർമ്മിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാമായണം ഇന്ത്യൻ പൗരാണിക സമ്പത്തിൻ്റെ സ്മരണകളും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം ലോകമെമ്പാടും ഇന്ത്യയുടെ പഴയകാല സാമൂഹിക അവസ്ഥ എത്തിക്കാനുള്ള അവസരം കൂടിയായി രാമായണം എന്ന ഈ സിനിമ മാറണം എന്ന കണക്കുകൂട്ടൽ കൂടി നിർമ്മിതാക്കൾക്കുണ്ട്. 1000 കോടി രൂപ മുതൽ മുടക്കുന്ന ഈ ചിത്രത്തിൻ്റെ പ്രദർശനത്തിലൂടെ ഏറ്റവും കുറഞ്ഞത് 10,000 കോടിയുടെ എങ്കിലും കളക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നും നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ പ്രതീക്ഷ വയ്ക്കുന്നു. നന്ദി.